സിനിമ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഒരുപാട് ഇപ്പൊ ചെറുതാണെങ്കിൽ പോലും അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അത് തിയേറ്ററിൽ എത്തണം, പ്രേക്ഷകർ കാണണം. അപ്പൊ അതിന് കൂടെ നിന്ന നിർമ്മാതാക്കൾ, അതിന്റെ പ്രൊഡക്ഷൻ സൈഡ്, ഇതൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഇതിന്റെ നിർമ്മാതാവായ VN ബാബു സാറിനെയാണ് ഞാൻ ആദ്യമേ നന്ദി പറയേണ്ടത്. കാരണം ബാബു സാറ് പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അതുകൂടാതെ പിന്നെ നമ്മുടെ വിനയൻ സാറിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പോർക്കളം എന്ന് പറയുന്ന ഒരു മൂവിയെ കുറിച്ച് ഞാൻ സാറിനോട് സംസാരിക്കുമ്പോൾ സാറിന് ഞാൻ എൻ്റെ നാട്ടുകാരനും കൂടി ആയതുകൊണ്ട് തന്നെ എന്നെ ചേർത്ത് പിടിച്ച് ആ ഒരു പ്രോജക്റ്റിന് തയ്യാറായി. അവിടെ നിന്ന് OC വക്കച്ചൻ എന്ന് പറയുന്ന മറ്റൊരു പ്രൊഡ്യൂസറെയും കൂടി ചേർത്തുകൊണ്ട് 2 നിർമ്മാതാക്കളെ ചേർത്ത് വെച്ചിട്ടാണ് ആ പോർക്കളം എന്ന് പറയുന്ന സിനിമ ഉണ്ടായത്. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹമാണ്. എന്നെ പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കാൻ മനസ്സ് കാണിക്കുക എന്ന് പറയുന്നതിന് ഒത്തിരി നന്ദി പറയണം. കാരണം ദൈവത്തിന്റെ ഒരു സിഗ്നേച്ചറായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് സംസ്ഥാന പുരസ്കാരം എടുത്തു കഴിഞ്ഞു. വിനയൻ സാറിന്റെ ഒരു ആശംസയുടെ ഒരു ഓഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു അത്? അതായത് സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ്. ഞങ്ങൾക്ക് 3 പേർക്കാണ്. ഒന്ന് വൈക്കം വിജയലക്ഷ്മി ചേച്ചി, രണ്ടാമത്തത് വിപിൻ ജോർജ്, സിനിമാ നടൻ വിപിൻ ജോർജ് ഏട്ടൻ. അവരുടെ കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കും ഒരു ആദരവുണ്ട് സംസ്ഥാന സർക്കാരിന്റെ. അതിപ്പോ ഉടനെ തന്നെ കിട്ടും. അത് മന്ത്രി ബിന്ദു മാഡം കഴിഞ്ഞിടെ അത് അനൗൺസ് ചെയ്തിരുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊരു അംഗീകാരം തന്നെ. തീർച്ചയായിട്ടും എന്റെ ചിറകുകൾക്ക് ശക്തി പകരുന്ന തരത്തില് തൂവലുകളായിട്ട് തന്നെ അംഗീകാരത്തിലുപരി ഒരു പ്രോത്സാഹനമാണ്. ഇനി മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു പ്രോത്സാഹനം. അതെ അതെ.